ഈ പറയുന്ന ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് റൂൾസിൽ ഒതുങ്ങുന്നൊരു സാധനമല്ല എങ്കിലും അത് നമ്മുടെ ടേബിൾ 13 ഇൻസ്പെക്ടറേറ്റ് ഡയറിയിൽ കൊടുത്തേക്കുന്ന ഒരു പാർട്ടാണ്. ഇതിൽ മാത്രമല്ല, ഇത് നമ്മുടെ ദുബായ് ബിൽഡിംഗ് കോഡ് ആയിക്കോട്ടെ, അങ്ങനെ ഏത് ഇതിലെടുത്താലും ഇങ്ങനത്തെ കുറച്ച് ഫോം എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. നമ്മുടെ പാനൽസിന് അല്ലെങ്കിൽ DBയെ സംബന്ധിച്ചായിട്ടുള്ള ഒരു സാധനമാണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് അതിൻ്റെ അകത്ത് വരുന്ന ഇൻസുലേഷൻസ് ഇതൊക്കെ സംബന്ധിച്ചുള്ളൊരു കാര്യമാണ് എൻ്റെ അകത്ത് പറയുന്നത്. അങ്ങനെ ഫോം 1, ഫോം 2A, 2B അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ തിയറി പോലെ വായിച്ച് പറഞ്ഞേക്കാളും ഏറ്റവും ബെസ്റ്റ് ഞാൻ അതിൻ്റെ കുറച്ച് നമുക്ക് ഫിഗേഴ്സ് കാണാം. ഓക്കെ, ഇതാണ് ഫോം 1 എന്ന് പറഞ്ഞത്. ഫോം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പാനലാണ് കാണിച്ചേക്കുന്നത്. ആ പാനലിനകത്തുള്ള പാർട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ കൊണ്ട് ABCD എന്ന് പറഞ്ഞ അതിൻ്റെ പാനലിനകത്തുള്ള അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള സാധനം കാണിച്ചിട്ട് A എന്ന് പറഞ്ഞാൽ ഇൻകമറാണ്, B എന്ന് പറഞ്ഞാൽ ബസ് ബാറാണ്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ബസ് ബാറും, D എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട് ഗോയിങ് ഡിവൈസാണ്, E എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കണ്ടക്ടേഴ്സിന് വേണ്ടിയുള്ള ടെർമിനൽസാണ്, F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എൻക്ലോഷറിൻ്റെ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഫോം 1 എന്ന് പറഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സെപ്പറേഷൻസും ഇല്ല. ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് ഇതൊക്കെ തമ്മിൽ ഒരു സെപ്പറേഷൻസും ഇല്ല. അപ്പോൾ അടുത്ത ഫോമൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കാം അതിൽ ഓരോ സെപ്പറേഷൻസ് ആഡ് ഓൺ ചെയ്ത് വരുന്നതാണ് ഈ ഫോം. ഫോം 2-ൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ബസ് ബാറും ഫങ്ഷണൽ യൂണിറ്റ്സും തമ്മിൽ സെപ്പറേഷൻ വരണം എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. അതായത് നമ്മുടെ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വിച്ച് ഗിയേഴ്സാണ്, അതിൻ്റെ ടെർമിനേഷൻസൊക്കെയാണ്. ബസ് ബാർ എന്താണെന്ന് അറിയില്ല, കറണ്ട് ക്യാരിങ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ലൈവ് പാർട്ടായിട്ട് കോണ്ടാക്റ്റ് വരാത്ത രീതിയിൽ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഔട്ട് ഗോയിങ് ഡിവൈസസ്, ലൈവ് പാർട്സ് അപ്സ്ട്രീം ഓഫ് എ ഔട്ട് ഗോയിങ് ഡിവൈസ്, അതിൻ്റെ മോൾ ഭാഗമായിട്ട് ഔട്ട് ഗോയിങ് ഡിവൈസിൻ്റെ മോൾ ഭാഗത്തുള്ള ഇതായിട്ട് പ്രൊട്ടക്ഷൻ ഇതിലാണ് വരുന്നത്. പിന്നെ വേറെ ഫോറിൻ ബോഡീസൊന്നും അതിൻ്റെ അകത്ത് കയറാത്ത രീതിയിലാക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞേക്കാളും ബെസ്റ്റ് ഇത് അതിൻ്റെ ഒരു ഫിഗർ കാണിക്കുന്നത് നല്ലത്. കണ്ടോ, ഇതിൽ 2 ടൈപ്പ് ഉണ്ട്. ഫോം 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പച്ച മാർക്ക് ചെയ്തേക്കുന്നതാണ്, അതെല്ലാം സെപ്പറേറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഫോം 2A and 2Bയിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനൽസ്, അതായത് ഇവിടെ ഫോം 2Aയിൽ പുറത്തേക്കുള്ള കണ്ടക്ടേഴ്സ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു ടെർമിനൽസ് ഫോർ എക്സ്റ്റേണൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു. അതായത് കേബിൾ ടെർമിനേറ്റ് ചെയ്യുന്നത്, അതായത് എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് പോകുന്ന ടെർമിനൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് ബസ് ബാറിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തേക്ക് കാണിച്ചിരിക്കുന്നത്. മീൻസ് ഓരോ പാർട്ടീഷൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. 2Bയിൽ അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കേസാണ് എൻ്റെ അടുത്ത്. ടെർമിനൽസ് ഫോർ എക്സ്റ്റേണൽ കണ്ടക്ടേഴ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ബസ് ബാർ ഉള്ള പാർട്ടാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, ഫോം 3 എന്ന് പറഞ്ഞാൽ ഫോം 2-ൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതായത് ഫോം 2-ൻ്റെ എല്ലാ കാര്യങ്ങളും കൂട്ടാതെ ഓരോ യൂണിറ്റ്സും തമ്മിൽ പരസ്പരം സെപ്പറേഷൻ വയ്ക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഓരോ ഫംഗ്ഷനിൽ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞ സ്വിച്ച് ഗിയറിൽ എന്തെങ്കിലും പ്രശ്നം വന്നത് അടുത്തതിലേക്ക് ആർക്ക് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാത്ത രീതിയിൽ ശരിയാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിലും നമുക്ക് 3A 3B എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. ഇതിൽ ടെർമിനൽസ് എക്സ്റ്റേണൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ബസ് ബാറിൽ നിന്ന് ഇതിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ബസ് ബാറിൽ നിന്ന് എക്സ്റ്റേണൽ കണ്ടക്ടേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പാർട്ടാണ് അതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. ഫോം 4-ൽ കുറച്ചും കൂടി സെപ്പറേഷൻസ് തന്നെയുണ്ട്. ഫോം 3-ൽ കൂടാതെ സെപ്പറേഷൻ ഇൻസൈഡ് സ്വിച്ച് ബോർഡ് ഓഫ് ടെർമിനൽസ് ഫോർ എക്സ്റ്റേണൽ കണ്ടക്ടേഴ്സ് ദാറ്റ് ആർ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഈച്ച് ഫംഗ്ഷൻ യൂണിറ്റ്. അപ്പോൾ ഇതിലും ഫാൾട്ട് കുറയ്ക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോം 4A 4Bയിലുള്ള വ്യത്യാസം അതിൻ്റെ അകത്ത് പറയാം. എക്സ്റ്റേണൽ കണ്ടക്ടേഴ്സ്, ടെർമിനൽസ് ഫോർ എക്സ്റ്റേണൽ കണ്ടക്ടേഴ്സ് ആർ ഇൻ ദ സെയിം ക്യൂബിക്യൂൾ ആസ് ഫംഗ്ഷൻ യൂണിറ്റ് വിത്ത് വിച്ച് ദേ ആർ അസോസിയേറ്റഡ്. അതായത് നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട് ഗോയിങ്സ് എല്ലാം ഓരോ ക്യൂബിക്യൂളിലായിട്ട് 1 2 3 4 ക്യൂബിക്യൂളിലായിട്ടുണ്ട്. അത് മൊത്തത്തിലൊരു വലിയൊരു ക്യൂബിക്യൂളിലാണ്. അതായത് ഇതിൽ വേറെ അകത്ത് ജസ്റ്റ് ഷ്രൗഡിങ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തുള്ളൂ, അത് ഒറ്റ ക്യൂബിക്യൂളിലാണ്. പക്ഷേ ഇവിടെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെർമിനൽസ് എല്ലാം വേറെ ഒറ്റ ക്യൂബിക്യൂളിലല്ല, അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെർമിനൽസും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരസ്പരം ഒരു രീതിയിലും ഷോർട്ട് വരാത്ത
രീതിയിലാണ് ചെയ്തേക്കുന്നത്. സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റൈസ് ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഇതാണ് അതിൻ്റെ ഒരു സമ്മറി. ഇത് ഇവിടെ കാണാം. ഫോം 1 എന്ന് പറഞ്ഞാൽ ഒറ്റ സെപ്പറേഷൻ ഇല്ല, ഫോം 2 എന്ന് പറഞ്ഞാൽ കുറച്ച് സെപ്പറേഷൻ വന്നു, ഫോം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2A 2B കുറച്ച് സെപ്പറേഷൻസ്, മൊത്തത്തിലൊരു സെപ്പറേഷൻ വന്നു. ഫോം 3A 3B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ഇൻഡിവിജ്വലി ഫങ്ഷണൽ യൂണിറ്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്നു. 4A 4B എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ചെയ്ത് കൂടാതെ നമ്മുടെ ടെർമിനൽസും സെപ്പറേറ്റ് ക്യൂബിക്കുകളിലാവുന്ന രീതിയിൽ കാണിച്ചേക്കുന്നു. അപ്പോൾ ഈ ചുമപ്പ് കാണിച്ചേക്കുന്ന സെപ്പറേഷനും ഗ്രേ കാണിച്ചേക്കുന്ന ബസ് ബാറാണ്. അപ്പോൾ അതാണ് ഇതിൽ സമ്മറൈസ് ചെയ്ത് നമ്മുടെ ഇൻസ്പെക്ടർ ഡയറിയിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ ഫോം 1 സെപ്പറേഷൻ ഇല്ല, 2A എക്സ്റ്റേണൽ കണ്ടക്ടർ സെപ്പറേഷൻ ഇല്ല, 2B സെപ്പറേഷൻ ഉണ്ട്, എക്സ്റ്റേണൽ കണ്ടക്ടർ സെപ്പറേഷൻ ഉണ്ട്. 3A എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കുറച്ചും കൂടി സെപ്പറേഷൻസ് കയറി വന്നിട്ടുണ്ട്. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓരോന്നിന് പരസ്പരം ഒരു ക്യൂബിക്കുകളാക്കി എടുത്തിട്ടുണ്ട്. 4ലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാ ബസ് ബാറുകളും എല്ലാ ടെർമിനൽസും എല്ലാം സെപ്പറേറ്റ് ക്യൂബിക്കുകളാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഗൂഗിളൊക്കെ ചെയ്താൽ ഇഷ്ടം പോലെ ഫോം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാം. ഇതിപ്പോൾ ഫോം 4A പെടുന്ന ഒരു പാനലാണ്. ഇതിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്യൂബിക്യൂളായിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്യൂബിക്യൂളിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം ഫങ്ഷൻ യൂണിറ്റ്സ്, അതായത് സ്വിച്ച് ബോർഡേ ഉണ്ടാവുള്ളൂ. ബസ് ബാറിന് വേണ്ടി വേറെ ചേംബർ ഉണ്ട്, അത് സെപ്പറേറ്റ് ആണ്. ഇതിൻ്റെ ടെർമിനൽസ് വേറെ സെപ്പറേറ്റ് ചേംബറിലാണ് ഇതിലേക്ക് കേബിൾസ് കണക്ട് ചെയ്യുന്നതൊക്കെ. ഇതൊക്കെ ഫോം 1 പെടുന്ന, അതായത് വേറൊരു സെപ്പറേഷനും ഇല്ല. കണ്ടില്ലേ, ചുമ്മാ ഒരു DB ഉണ്ട്, അതിൻ്റെ അകത്ത് ബസ് ബാറുകളും ഇൻകമറും ഇവിടെ ഔട്ട് ഗോയിങ് ഡിവൈസസും ഇവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഫോം 3 പെടുന്നതാണ്. ഫോം 3ൻ്റെ അകത്ത് കണ്ടില്ല, എല്ലാം സെപ്പറേറ്റ് ഇൻകമേഴ്സ് ഔട്ട് ഗോയിങ്സ് എല്ലാം സെപ്പറേറ്റ് ക്യൂബിക്കിൾസാണ്. എന്നാലും ഫോം 3A ആണ് 3B ആണെന്നതിൽ ഇപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കിയാൽ കിട്ടില്ല. അതിൻ്റെ സെപ്പറേറ്റ് ക്യൂബിക്കിളാന്ന് മാത്രം മനസ്സിലാവും. ഇതിൽ ഞാൻ നോക്കിയിട്ട് മനസ്സിലാവുന്നത് ഇതിപ്പോൾ ഒരു 3A ഒരു റേഞ്ചിലാണ് കിടക്കുന്ന സാധനം. കാരണം അതിൻ്റെ ടെർമിനൽസ് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇത് കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഉണ്ടോ, ഫോം 1 ഒറ്റ സെപ്പറേഷൻ ഇല്ല. ഫോം 2A ബസ് ബാർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ടെർമിനൽ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ചെറിയൊരു വേരിയേഷൻ ഉള്ളൂ. കണ്ടതിൽ ആ ബസ് ബാർ ഇവിടുന്ന് പ്രൊട്ടക്റ്റ് ചെയ്തേക്കുന്നതാണ്, അതാണ് അതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. ആ ഒരു പച്ച എക്സ്റ്റെൻഡ് ചെയ്തേക്കണം പോയേക്കണതാണ് ഇവിടെ. 3A ഇവിടെ കൊടുത്തേക്കുന്നതാണ്. 3B പച്ച എക്സ്റ്റെൻഡ് ആയി പോയാണ്. അപ്പോൾ 3A 3B എന്താ ഓരോ മോഡ്യൂൾസും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. 4A 4B കണ്ടോ, 4A സെപ്പറേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ടെർമിനൽസ് ഇൻഡിവിജ്വലി സെപ്പറേറ്റഡ് അല്ല. 4B എല്ലാ ടെർമിനൽസും സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഈ 4A തന്നെ ടൈപ്പ് 2 ടൈപ്പ് 3 എന്നൊക്കെ പറഞ്ഞ് കണ്ടോ, പല ടൈപ്പ് മെത്തേഡ്സ് ഓഫ് കണക്ഷൻ ഉണ്ട്. ടൈപ്പ് 6 അങ്ങനെ പല കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഫോമിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇത് പല ടൈപ്സായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡിഫറെൻറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പാർട്ട് ഇതൊക്കെയാണ്. ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെപ്പറേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. സോ ഫുൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളൊരു BOQ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റാൻഡേർഡ് നോക്കുമ്പോഴത്തേക്കും പാനൽ ഇന്ന ടൈപ്പാണെന്നൊക്കെ ചിലപ്പോൾ കൺസൾട്ടൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ കൺസൾട്ടൻറ്റിങ് നമ്മൾ ഡിസൈഡ് ചെയ്യണം അവിടെ എന്ത് ടൈപ്പ് പ്രൊട്ടക്ഷൻസ് എത്രത്തോളം അവിടെ പ്രൊട്ടക്റ്റഡ് ആവണം എന്നുള്ളത്. അപ്പോൾ പാനൽ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നമ്മളാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടത്. സോ അതാണ് ഇതിൻ്റെ അകത്ത് കവർ ചെയ്യാൻ ഉദ്ദേശിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.